ഇപ്പോൾ നമുക്ക് ഹിന്ദുക്കൾക്ക് ഒരുപാട് അമ്പലമുണ്ടല്ലേ. നമുക്ക് ഒരുപാട് ദൈവങ്ങളുള്ളതുകൊണ്ട് ഒരുപാട് പേരിൽ ഓരോ ദൈവത്തിനും ഓരോ അമ്പലമുണ്ട്. അതുപോലെ ഏറ്റവും നമ്മളെ തൃക്കരിപ്പൂർ ഏറ്റവും പ്രശസ്തി ആർജിച്ച അമ്പലമാണ് കേട്ടോ ശ്രീ ചക്രപാണി ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മളെ മഹാവിഷ്ണുവിൻ്റെ അമ്പലമാണ്. പരശുരാമനാണ് പണി കഴിച്ചിരുന്ന ഐതിഹ്യം. അപ്പോൾ ഇപ്പോൾ അവിടെ ആറാട്ട് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ആറാട്ട് ഉത്സവത്തിൻ്റെ 7ാം ദിവസമാണ്. അപ്പോൾ ഇന്ന് ഭഗവാന്റെ തിടമ്പലും വിഗ്രഹം കൊണ്ടുപോയി ആറാടിച്ച് കഴിഞ്ഞിട്ട് അതിന് തിരിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ്, തിരിച്ച് അമ്പലത്തിൽ പ്രതിഷ്ഠിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത്രയും ദിവസമായിട്ട് ഭഗവാന്റെ വിഗ്രഹം പുറത്താണ് ഉണ്ടായിന്. അപ്പോൾ ഇനി അത് ഉള്ളിൽ ആറാടിച്ച് ആനയുടെ പുറത്താണ് കേട്ടോ നമ്പൂതിരി തിരുമേനി വിഗ്രഹം കൊണ്ട് വരല്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം അമ്പലത്തിൽ നടക്കാൻ പോകുന്നത്. ഭയങ്കര തിരക്കാരുണ്ടായിന്, നല്ലോണം ആൾക്കാരുണ്ടായിന്. ഇപ്പോൾ ആന നമ്മൾ കുമ്പിട്ട് നമ്മളെ ഭഗവാന്റെ തിടമ്പ് എതിരേൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇനി അത് നേരെ അമ്പലത്തിലേക്കാണ് വരല്. ആറാട്ടിനോടനുബന്ധിച്ച് ഇന്ന് അമ്പലത്തിൽ തുലാഭാരമുണ്ട്. അപ്പോൾ ഞാൻ നിമോഷിനെ ഗർഭിണിയായിരിക്കുമ്പോഴേ എൻ്റെ അമ്മായിൻ്റെ അമ്മ നേർന്നതാണ് കേട്ടോ ഈ കുഞ്ഞിനെ അവിടെ തുലാഭാരം തൂക്കാന്ന്. അപ്പോൾ ആ നേർച്ചയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഓക്ക് 3-3.5 വയസ്സായി. പക്ഷേ ഇത്ര വരെ എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഉത്സവത്തിൻ്റെ സമയത്തൊന്നും ചിലപ്പോൾ ഞാൻ നാട്ടിലുണ്ടാവില്ല. അന്നേരം എനിക്കത് ചെയ്യാനും പറ്റിയില്ല. ഇപ്രാവശ്യം നാട്ടിലുള്ളതുകൊണ്ട് വിചാരിച്ചു എന്തായിട്ട് ആ ചടങ്ങ് അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആന ഭഗവാന്റെ തിടമ്പും കൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന കാഴ്ചയാണ്. നല്ല രസമുള്ള അമ്പലമാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പണ്ട് മുതൽക്ക് നമുക്ക് ഈ അമ്പലം ഉത്സവം എന്ന് പറയുന്നത് ഒരു വികാരമാണ്. നാട്ടിൽ ഏത് ഉത്സവം ഉണ്ടെങ്കിലും നമ്മൾ പോകും, കാണും. നല്ല രസമാണ് ഉത്സവത്തിന് പോയാൽ. ഒന്നാമത് ഉത്സവത്തിന് നല്ല ചന്ത ഉണ്ടാവും, ചന്തയിൽ നിന്ന് സാധനം വാങ്ങാം. അന്നേരമൊന്നും നമുക്ക് ഇങ്ങനെ അറിവുണ്ടായില്ലല്ലോ. അപ്പോൾ നമുക്ക് ഉത്സവം എന്ന് വെച്ചാൽ ചന്തയായിരുന്നു മെയിൻ. അപ്പോൾ പണ്ടെല്ലാം എപ്പോഴും പോകും ചന്തക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭഗവാന്റെ തിടമ്പും കൊണ്ട് ഉള്ളിലേക്ക് പോകുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. എല്ലാവരും ഗോയിന്ന വിളിച്ചിട്ടാണ് അതിൻ്റെ ബാക്കിലേക്കൂടെ പോലി. ഗോയിന്ന വിളിച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്. പിന്നെ 7 പ്രാവശ്യം ആന ഈ തിടമ്പും കൊണ്ട് അമ്പലം ചുറ്റും. അതും ഒരു ഭയങ്കര മനോഹരമായ കാഴ്ചയാണ്. ഈ 7 പ്രാവശ്യം ചുറ്റിയാൽ നമ്മൾ ഇത്ര വരെ ചെയ്ത പാപെല്ലാം പോയി എന്നാണ് കേട്ടോ അത് അവർ വിശ്വസിക്കപ്പെടുന്നത്. അതും അമ്മ ചെയ്ത പാപെല്ലാം പോകുന്നതാണ് വിശ്വാസം. അപ്പം ഇപ്പോൾ തിരുമേനീൻ്റെ കയ്യിലുള്ള വിഗ്രഹം 7 പ്രാവശ്യം ആന അമ്പലം വലം വെച്ചതിന് ശേഷം ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. അപ്പം ആന കുമ്പിടുന്നി അത് ഇങ്ങനെ ആക്കുന്നതിലും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആന എന്ന് പറയുന്നത് ഉത്സവത്തിന് ആന ഇല്ലെങ്കിൽ ഒരു ഓളം ഇല്ലല്ലോ അല്ലേ. പക്ഷെ ആനേനെ ഇങ്ങനെ കെട്ടിയിട്ടെല്ലാം കാണുമ്പോൾ ഒരു വിഷമമുണ്ട്, ചങ്ങലയിലും. അപ്പോൾ ഇവൻ്റെ പേര് ഭദ്രൻ എന്നാണ് കേട്ടോ. ഭദ്രൻ എന്നാണ് പേര് ആനേൻ്റെ. അപ്പോൾ 7 ദിവസമായി ഇവൻ ഈ അമ്പലത്തിൽ തന്നെ നിൽക്കുകയെന്ന്. വേറെ എവിടെയും പോകില്ല. ഉത്സവം കഴിയുന്നവർ ഇവൻ അമ്പലത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇവൻ കുമ്പിടുന്നതും ദൈവത്തിന് തോന്നുന്നതിലും കാഴ്ച ഉണ്ടായിന്. അതിലും ഭയങ്കര രസമുണ്ടായി കേട്ടോ. അപ്പോൾ ഇതാണ് അമ്പലത്തിലത്തെ കൊടിയിറക്കം മഹോത്സവം. അപ്പോൾ 7 ദിവസം മുന്നേ ഈ കൊടി കയറ്റിയിട്ടുണ്ടായിന്. അപ്പോൾ ഇത് കൊടി ഇറക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതോടുകൂടി ഇപ്രാവശ്യത്തെ ആറാട്ട് അവസാനിച്ചു കേട്ടോ. ഇനി നമുക്ക് തുലാഭാരം തൂക്കാൻ തുടങ്ങും. ഇപ്പോൾ നമ്മളത് 12ാമത്തെ ടോക്കണാണ് ഉണ്ടായിന്. അപ്പോൾ നേർച്ച തുലാഭാരം തൂക്കാൻ കുറച്ച് വൈകിട്ടുണ്ടായിന്. കാരണം ആറാട്ട് തീർന്നാലേ തുലാഭാരം തൂക്കുള്ളൂ. അപ്പോൾ അടുത്തത് നിമോഷുവിൻ്റെ തൂക്കാന്ന്. അപ്പോൾ നിമോഷുവിനെ തുലാഭാരം തൂക്കിയവൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. കാരണം അവൾ കുറേ പ്രാവശ്യം ഇങ്ങനെ തുലാഭാരം നേർച്ച ചെയ്തതുകൊണ്ട് അവൾക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ഇളനീര് കൊണ്ടാണ് കേട്ടോ തുലാഭാരം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ ഒരു ട്രിപ്ലെറ്റ്സിൻ്റെ തുലാഭാരം ഉണ്ടായിരുന്നു. ചെറിയ ഒരു 8 മാസമേ ആയിട്ടുണ്ടാവില്ല ആ കുട്ടികൾക്ക്. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഉണ്ടായിന്. അപ്പോൾ നല്ല രസമുണ്ടായിന് അവരെ തൂക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്പലത്തിൻ്റെ തൂണുകളിലെല്ലാം ദശാവതാരം കൊത്തി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അടിപൊളി, അത് നല്ല രസമുണ്ട് കേട്ടോ. അടുത്തത് ആറാട്ട് സദ്യയാണ്. അപ്പോൾ ആറാട്ട് സദ്യയിൽ അച്ചാർ, കൂട്ടുകറി, പച്ചടി, സാമ്പാർ എല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ അടിപൊളി പായസം ഉണ്ടായിന്, നല്ല പാൽപ്പായസം. അപ്പോൾ മാമൻ്റെ അവരാണ് കേട്ടോ സദ്യ ഉണ്ടായിന്. അപ്പോൾ തുലാഭാര നേർച്ചയും കഴിഞ്ഞ് നമ്മൾ സദ്യ കൊണ്ടിട്ടാണ് കേട്ടോ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിന്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.